എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണത് എന്റെ ടെറസിൽ നട്ട കമ്പോഡിയം മുന്തിരിയുടെ അടുത്താണ്. അപ്പൊ കമ്പോഡിയം മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൊലയില് 5 കിലോ വരെ ഉണ്ടാവുന്ന ഒരു മുന്തിരിയാണ്. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് തന്നെ കായ്ക്കുന്നതാണ് ഈ കമ്പോഡിയം മുന്തിരി. അപ്പൊ നമ്മുടെ സാധാരണ മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീസണിൽ മാത്രം കായ്ക്കുള്ളൂ. കമ്പോഡിയം മുന്തിരി എന്ന് പറഞ്ഞാല് വർഷം മുഴുവൻ കായ്ക്കണ മുന്തിരിയാണ്. അപ്പൊ ഞാനിവിടെ നട്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രോ ബാഗിലാണ് നട്ടേക്കണേ. നട്ടിട്ട് ഇപ്പൊ ഒരു 1.5 വർഷം ആയിട്ടുള്ളൂ. ഇപ്പൊ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കണ്ട. അപ്പൊ ഇതിന്റെ ഫ്ലവർ ഇതേപോലെയാണ് ഫ്ലവർ ഉണ്ടായി വന്നതാണ്. ഇതിപ്പോ ഉണ്ടായി വന്ന പൂങ്കൊലകളാണ് ട്ടാ. ഇതിന് വലിയതായിട്ട് വരൂ. ഇത് കണ്ട, ഇത് നിറച്ച് ഇതേപോലെ കണ്ട അടുപ്പിച്ച് ഒരുപാട് കൊലകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത് കണ്ട മുകളിലോട്ട്. അപ്പൊ ഇതിന്റെ തണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, നമ്മുടെ സാധാ മുന്തിരിയുടെ തണ്ട് പോലെയല്ല ഇതിന്റെ തണ്ടുകൾ. ഇത് ഭയങ്കര ബലമുള്ള തണ്ടുകളാണ്. എന്ന് വെച്ചാൽ 5 കിലോ ഒക്കെ വന്നെങ്കിൽ നല്ല ബലമുള്ള തണ്ടുകളായിരിക്കണ പോലെ. ഇതിങ്ങനെ ഈ കൊല വലുതാവും തോറും ഇങ്ങനെ തണ്ടുകൾക്ക് നല്ല വണ്ണം വെക്കോട്ടെ. ഈ മുന്തിരി കൊലയുടെ തണ്ട് നല്ല വണ്ണം വെക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഇലകൾക്കും പ്രത്യേകത ഉണ്ട് കണ്ട. നമ്മുടെ സാധാ മുന്തിരിയുടെ ഇല പോലെ ഇല്ല ഇതിന്റെ ഇലകൾ. നല്ല സോഫ്റ്റ് ആയ ഇലകളാണ് കണ്ട. ഇതിന്റെ ബാക്ക് വശമൊക്കെ ഇരിക്കണണ്ട ഇതേപോലെയാണ് ഇരിക്കണത്. ഇതിങ്ങനെ പടർന്നു. നമ്മ നല്ലൊരു പന്തല് വേണോട്ട് ഈ കമ്പോഡിയം മുന്തിരി വളർത്താനായിട്ട്. കാരണം ഇത് 30 വർഷമൊക്കെ നിക്കണാണ് ഈ മുന്തിരി നമ്മ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാല്. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ ഇട്ട് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ട. നമുക്ക് കുറച്ച് എല്ലുപൊടിയോ അല്ലെങ്കിൽ കടല പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഈ കമ്പോഡിയം മുന്തിരിക്ക്. അപ്പൊ ഈ കമ്പോഡിയം മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ കിഴങ്ങ് പോലെയാണ് കണ്ട. ഇതിന്റെ തടത്തിൽ ഇതേപോലെ മധുരക്കിഴങ്ങൊക്കെ പോലെ കണ്ട കിഴങ്ങ് പോലെ വരും. സാധാ മുന്തിരിക്ക് ഇതേപോലെ വരൂല കണ്ട. അപ്പൊ നമ്മിപ്പോ ഒരു പ്രാവശ്യം നട്ടാലും ഇത് ഉണങ്ങിപ്പോയിന്ന് വെച്ചാൽ ഇത് ഉണങ്ങി പോകുന്നില്ല. അടിയിന്ന് വീണ്ടും ഇങ്ങനെ തളിർത്ത് വരോട്ടാ. അപ്പൊ മുന്തിരി നടണവരൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യം ഇത് നടുമ്പോ തന്നെ ചിലപ്പോ ഇത് കുറച്ചാൾ കഴിയുമ്പോ ഇങ്ങനെ ഉണങ്ങിപ്പോകും. അപ്പൊ നമ്മ അത് പറിച്ചു കളയാനൊന്നും നിക്കണ്ട. പിന്നീട് അത് തനിയെ തന്നെ കണ്ട ഈ കിഴങ്ങിൽ നിന്നിട്ട് തന്നെ തനിയെ തന്നെ ഇതിങ്ങനെ പൊടിച്ച് വന്നിട്ട് നമുക്ക് മുന്തിരി പെട്ടെന്ന് തന്നെ കായ്ക്കോട്ടെ. മുന്തിരി അധികം നാളൊന്നും വേണ്ട മുന്തിരി കായ്ക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ മുന്തിരി കായ്ക്കും. അപ്പൊ നമുക്കിന്ന് നഴ്സറികളിൽ നിന്നൊക്കെ ഇതിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടോട്ടെ ഈ കമ്പോഡിയം മുന്തിരി. നമ്മ മുന്തിരി എല്ലാവരും മുന്തിരിയൊക്കെ നട്ട് വളർത്തണതാണ്. അപ്പൊ ആ കൂട്ടത്തിൽ നമുക്കൊരു കമ്പോഡിയം മുന്തിരിയും കൂടെ വെച്ച് പിടിപ്പിച്ചോ. ഇത് വലിയ കൊലകളൊക്കെ ആവുമ്പോ നമുക്ക് കഴിക്കാനും ഇഷ്ടംപോലെ അതിലുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് അച്ചാറിടാനും ജാം ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. വെറുതെ കഴിക്കാനൊക്കെ നല്ലതാണ് ഈ മുന്തിരി. നല്ല മധുരമുള്ള ടേസ്റ്റിയായ മുന്തിരി തന്നെയാണ്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ പറയണ കേട്ടിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്നാ പറയണത്. അപ്പൊ നമുക്കിത് കണ്ടില്ലേ, ഈ മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യോട്ടാ. ഇതിപ്പോ ഇങ്ങനെ പടർന്ന് വന്നിട്ടുള്ളൂ കണ്ട. പടർന്ന് വന്നപ്പത്തിന് ഫ്ലവർ ചെയ്തേക്കണ. കുറച്ച് വളർന്നാൽ മതി, അപ്പത്തിന് ഇത് ഫ്ലവർ ചെയ്യണ മുന്തിരിയാണ് ഈ കമ്പോഡിയം മുന്തിരി. പിന്നെ നമ്മിപ്പോ ഒരു പ്രാവശ്യം മുന്തിരി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടാ. പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ വീണ്ടും നിറച്ച് മുന്തിരിയൊക്കെ നമ്മ എപ്പോഴും പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ മുന്തിരി ഉണ്ടാവുള്ളൂ. നമ്മ അധികം പടർന്ന് കാട് കയറാനൊന്നും നിൽക്കരുത്. അപ്പൊ നമുക്ക് നല്ലോണം സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും. നിറച്ച് മുന്തിരി എപ്പോഴും വർഷം മുഴുവൻ നമുക്ക് മുന്തിരി കഴിക്കും ഈ കമ്പോഡിയം മുന്തിരി നട്ട് കഴിഞ്ഞാല്. അപ്പൊ വലിയ പരിചരണം വേണ്ടാത്ത ഈ കമ്പോഡിയം മുന്തിരിയൊക്കെ എല്ലാവരും വീട്ടില് വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.